ദേവൻ മനുവിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. എങ്ങനെ തോന്നി തനിക്ക് ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ പിടിച്ചുകെട്ടി താലി കെട്ടാൻ? ഇത്രയും ക്രൂരനായ ഒരാളുടെ കൂടെയാണോ അവൾ ജീവിക്കുന്നത്? എൻ്റെ അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു മനു. എന്ത് സാഹചര്യം? ഗൗരി അവളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് അവളോട് ദേഷ്യം തോന്നേണ്ട കാര്യം എന്തായിരുന്നു? അവൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അവളെ ഒഴിവാക്കിയാൽ മതിയായിരുന്നില്ലേ? താലി കെട്ടി കൂടെ പൊറുപ്പിക്കുകയാണോ വേണ്ടത്? മനു പറയുന്നത് ശരിയാ, ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ അന്നേരം എനിക്ക് അവളോട് പക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ചിന്തിച്ചില്ല. ചെയ്തു പോയത് തെറ്റായിപ്പോയെന്ന് തോന്നിയപ്പോൾ ഞാൻ അവളെ തിരികെ വിട്ടതാ. എന്നാൽ അവളുടെ വീട്ടിലെ സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കിയപ്പോൾ കൂടെ കൂട്ടേണ്ടി വന്നു. പിന്നീടെപ്പോഴോ ഞാൻ അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലെ പ്രണയം ഞാൻ അവളോട് തുറന്നു പറഞ്ഞപ്പോഴാ മനു അവളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞത്. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ പ്രാണനോളം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പോലും തോന്നുന്നില്ല. അതുകൊണ്ട് മനു അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കണം. അവളെ എനിക്ക് വിട്ടുതരണം. മിസ്റ്റർ മഹാദേവൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണ്. അത് കേട്ട് ദേവൻ ഞെട്ടിത്തരിച്ചു നിന്നു. താലി കെട്ടിയെന്നോ? അതെ, ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണ് ഗൗരി. സാഹചര്യങ്ങൾ ഞങ്ങളെ പിരിച്ചെങ്കിലും എനിക്കിപ്പോഴും അവളെൻ്റെ ഭാര്യ തന്നെയാ. ദേവൻ ആകെ തകർന്നു പോയി. നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റതുപോലെ അവന് തോന്നി. കുറച്ചുനേരം ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. കണ്ണുകളിൽ നനവ് പടർന്നപ്പോൾ അവൻ വേഗം മനുവിൽ നിന്ന് മുഖം തിരിഞ്ഞു നിന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മനുവിന് അഭിമുഖമായി നിന്ന് അവൻ പറഞ്ഞു, സോറി മനു, അതെനിക്കറിയില്ലായിരുന്നു. ഗൗരി എവിടെ? എനിക്ക് അവളെ കാണണം. വീട്ടിലുണ്ട്. ഇന്ന് അവിടെ പൂജ നടക്കുക. നാളെ കൊണ്ടുവരാം. മനു അവിടുന്ന് പോയി. വേദനയോടെ ദേവൻ അവൻ പോകുന്നത് നോക്കി നിന്ന ശേഷം ചെന്ന് കാറിൽ കയറി. സീറ്റിലേക്ക് തലചാരി വെച്ച് കണ്ണുകൾ അടച്ചു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്ക് വന്നതും അവൻ പെട്ടെന്ന് കണ്ണു തുറന്ന് അത് തുടച്ച് കാറെടുത്ത് അവിടുന്ന് പോയി. ടൗണിലുള്ള ഹോട്ടൽ സിൽവർ പ്ലാസയിൽ കാർ ചെന്ന് നിന്നു. കാറിൽ നിന്നിറങ്ങി റൂം നമ്പർ 243 ഡോർ തുറന്ന് അകത്ത് കയറി ഡോർ അടച്ച ശേഷം ചെന്ന് ബെഡിൽ വീണു. ഗൗരി കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്നു പറഞ്ഞു, ഗൗരിയെ, സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കാൻ കാവിൽ പോണെന്ന് നിന്റെ കെട്ടിയവനോട് പറഞ്ഞതല്ലേ? സന്ധ്യ ആവാറായി, ഇനിയും കാണാനില്ലല്ലോ. സന്ധ്യയ്ക്ക് മുമ്പ് വരാന്ന് പറഞ്ഞിട്ടാ പോയത്. എത്തും വല്യമ്മേ. നീ ചെന്ന് കുളിച്ചു പുറപ്പെട്ടോ. ബാക്കി ജോലികളൊക്കെ കോമളം നോക്കട്ടെ. കാവിൽ നീ ചെന്ന് വിളക്ക് വെച്ചിട്ട് വേണം പൂജ തുടങ്ങാൻ. അവിടുത്തെ കഴിഞ്ഞു വന്നിട്ട് വേണം ഇവിടേക്കുള്ള പൂജയ്ക്കുള്ളത് ഒരുക്കാൻ. ഗൗരി അവിടുന്ന് പോയി. റൂമിൽ ചെന്ന് ഫോണെടുത്ത് ദേവനെ വിളിച്ചു. ഫോൺ മുഴുവൻ റിങ് ചെയ്ത് കട്ടായപ്പോൾ ബെഡിലേക്ക് വെച്ച് മാറാനുള്ള തുണികളെടുത്ത് ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് പച്ച വീതി കുറഞ്ഞ കരയുള്ള സെറ്റുമുണ്ടും പച്ച ബ്ലൗസും ധരിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകുമ്പോൾ വീണ്ടും ഫോണെടുത്ത് വിളിച്ചു നോക്കി. കോൾ കട്ടായപ്പോൾ അവൾ ചിന്തിച്ചു, എവിടെ പോയതായിരിക്കും? എന്താ വിളിച്ചിട്ടെടുക്കാത്തത്? മുടി കുളിപ്പിന്നൽ ചെയ്തിട്ട് വീണ്ടും ഫോണെടുത്ത് വിളിച്ചു നോക്കി. കോൾ മുഴുവനായും കട്ടായപ്പോൾ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ ചെന്ന് ഡോർ തുറന്നു നോക്കി. മുന്നിൽ അവളുടെ ബ്ലൗസിന് മാച്ചായ കളറിലുള്ള ഷർട്ടും വെള്ള മുണ്ടും ധരിച്ച് നിൽക്കുന്ന ദേവനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെ അത്ഭുതം തോന്നി. അവൾ അത്ഭുതത്തോടെ അവളുടെ ബ്ലൗസിലേക്കൊന്ന് നോക്കിയ ശേഷം വീണ്ടും ദേവൻ്റെ ഷർട്ടിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിലും അത്ഭുതമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ബ്ലൗസൊന്നും കൊണ്ടുവന്നിരുന്നില്ല. വല്യമ്മയുടെ മകള് വിനീത ചേച്ചിയാണ് ഇത് തന്നത്. സെറ്റുമുണ്ട് മുത്തശ്ശിയുടെ അലമാരയിലിരിക്കുന്നുണ്ടായിരുന്നു. ദേവൻ അവളിൽ ഒരകൽച്ച ഫീൽ ചെയ്തു. റൂമിനകത്തേക്ക് കയറാതെ പുറത്ത് തന്നെ നിന്നു. നീ കാവിൽ പോണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ടൊരു മുണ്ട് വാങ്ങി. അതിന് മാച്ചാവുന്നൊരു ഷർട്ടും. എപ്പോഴാ എത്തിയത്? ഞാൻ കുറേ വിളിച്ചല്ലോ, എന്താ ഫോൺ എടുത്തില്ല? കുളിച്ച് ഡ്രസ്സ് മാറിയത് പോലും ഞാൻ അറിഞ്ഞില്ല. അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഗൗരിയെ, ഇറങ്ങാം എന്ന അമ്മാവൻ വിളിച്ചു പറഞ്ഞപ്പോൾ ദാ വരുന്നു മാമേ എന്ന് വിളിച്ചു പറഞ്ഞ ശേഷം തിരിഞ്ഞു ചെന്ന് ബാഗിൽ നിന്നൊരു ബോക്സ് എടുത്ത് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് സിന്ദൂരം എടുത്ത് നെറുകയിൽ ചാർത്തി. അവൻ അവളുടെ പ്രവൃത്തിയിൽ നിർവികാരനായി നോക്കി നിന്നു. ബോക്സ് ടേബിളിന് മുകളിൽ വെച്ച് പോകാം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവരൊന്നിച്ചു വരുന്നത് കണ്ട് വിനീത പറഞ്ഞു, ഓ, അപ്പം അതുകൊണ്ടാണല്ലേ നീ ഈ സെറ്റുമുണ്ട് തന്നെ തിരഞ്ഞെടുത്ത് ഈ ബ്ലൗസ് മതിയെന്ന് പറഞ്ഞത്? ഗൗരി മറുപടിയൊന്നും പറയാതെ വിനീതയുടെ മുഖത്ത് നോക്കി ചിരിച്ചു. എടി, നിന്റെ ഭർത്താവിന് ഞങ്ങൾക്കും പരിചയപ്പെടുത്ത്, വല്യമ്മയുടെ മറ്റൊരു മകൾ വിനീഷ പറഞ്ഞു. അതിനെന്താ വിനീഷ ചേച്ചി, ഇതെൻ്റെ ഭർത്താവ് മഹാദേവൻ. ദേവേട്ട,
ഇത് മുത്തശ്ശിയുടെ ചേച്ചിയുടെ പേരക്കുട്ടികളാ, വിനീത, വിനീഷ. അവരെ ചൂണ്ടി പറഞ്ഞു. വർഷത്തിലൊരിക്കൽ വരും ഈ ദിവസം. ഇവർക്ക് എന്നോട് പിണക്കൊന്നുമില്ല. ദേവൻ അവരെ നോക്കി ചുണ്ടിൽ ചിരി വരുത്തി കാണിച്ചു. ഇപ്പം നിങ്ങൾ കാവിലേക്ക് നടക്കിൻ കുട്ടികളെ, ഗൗരിയുടെ വല്യമ്മ പറഞ്ഞു. കാവിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ? മേലെ തൊടിയിലാ, കുറച്ച് നടക്കണം. കാവിന് മുന്നിലെത്തിയപ്പോൾ അമ്മാവൻ പറഞ്ഞു. കാവിലെ വിളക്ക് തെളിയിച്ച് പോയി അമ്മയെ കാണ്. പൂജാരി കൊടിവിളക്ക് കത്തിച്ച് ഗൗരിയുടെ കയ്യിൽ കൊടുത്തു. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പൂജയല്ലേ, നിങ്ങൾ രണ്ടാളും ചേർന്ന് ദീപം തെളിയിച്ചോളൂ, അമ്മാവൻ പറഞ്ഞു. മനസ്സ് ശൂന്യമായി ചിരിക്കാൻ മറന്നുപോയ ദേവന്റെ മുഖത്ത് സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് ഗൗരി കൊടിവിളക്ക് അവന് നേരെ നീട്ടി. അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം വിളക്ക് പിടിച്ചിരുന്ന അവളുടെ കയ്യിനു മുകളിൽ തൻ്റെ കൈ ചേർത്ത് വെച്ച് ദീപം തെളിയിച്ചു. അപ്പോൾ നാഗത്തറയിലെ അരളിമരത്തിൽ പടർന്നു പിടിച്ച മുല്ലവള്ളികളിൽ നിന്ന് നാഗദൈവങ്ങൾ അനുഗ്രഹം ചൊരിയുന്നത് പോലെ ഒരു കുളിർക്കാറ്റിൽ മുല്ലപ്പൂക്കൾ അവരുടെ നെറുകയിലേക്ക് പൊഴിഞ്ഞു വീണു. ഗൗരിയുടെ മുഖത്തെ സന്തോഷം കണ്ട് ദേവൻ അവളെ നോക്കി. ഇനി അമ്മയ്ക്ക് വിളക്ക് വെച്ചിട്ട് വാ, അമ്മാവൻ പറഞ്ഞപ്പോൾ അവൾ വിളക്ക് വയ്ക്കാനുള്ള തിരിയും എണ്ണയും തീപ്പെട്ടിയും എടുത്ത് അവിടുന്ന് പോയി. കൂടെ ദേവനും. കാടു പിടിച്ചു കിടക്കുന്ന തൊടിയുടെ ഒരറ്റത്തായി കുറച്ചു ഭാഗം വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. അതിലൊരു അസ്ഥിത്തറ. അതിനു മുന്നിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്ന് ഗൗരി വിളക്ക് തെളിയിച്ചു. വിളക്ക് തെളിയിച്ച് അവിടുന്ന് എഴുന്നേറ്റ് തൊഴുത് കണ്ണുകളടച്ച് മനസ്സിൽ പറഞ്ഞു. അമ്മേ, ഞാൻ അവസാനമായി ഇവിടെ വന്നത് മനുവേട്ടനുമായുള്ള വിവാഹത്തിന് സമ്മതം വാങ്ങിക്കാനാ. അമ്മ അന്ന് സമ്മതിച്ചോന്ന് എനിക്കറിയില്ല. ആ വിവാഹം നടന്നെങ്കിലും മനുവേട്ടനുമായി എനിക്ക് പിരിയേണ്ടി വന്നു. ഇപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഈ നിൽക്കുന്ന ദേവേട്ടൻ കെട്ടിയതാ. ഇതെൻ്റെ കഴുത്തിൽ കെട്ടാൻ എൻ്റെ പോലും സമ്മതമില്ലായിരുന്നു. എങ്കിലും മരണം വരെ ഇത് എൻ്റെ കഴുത്തിലുണ്ടാകണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ മനുവേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സന്തോഷവതിയാണ്, സുരക്ഷിതയാണ്. ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചു മാറ്റി അവൾ ദേവനോട് പറഞ്ഞു. കാവിലേക്ക് പോവാം. പൂജയ്ക്ക് ശേഷം പൂജാരി എല്ലാവരുടെയും മേലേക്ക് തീർത്ഥം തളിച്ചു. അത് ദേഹത്ത് വീണപ്പോൾ ഗൗരിയുടെ മനസ്സിൽ ഒരു കുളിർമ പടർന്നു. എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ, പൂജാരി പറഞ്ഞു. അവൾ തൊഴുതു നിന്ന് പ്രാർത്ഥിച്ചു. തറവാടിനെ കാത്തുരക്ഷിക്കുന്നത് ഈ നാഗങ്ങളാണെന്ന് മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു. എന്നെ അതുപോലെ കാത്തുരക്ഷിക്കണം. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഇദ്ദേഹത്തിനോടൊപ്പം ജീവിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. മനുവേട്ടൻ എന്നെ മനസ്സിലാക്കാൻ കഴിയണേ. ഗൗരി തൊഴുതു നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് ദേവൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ ഒരുപാട് ഇവളെ കഷ്ടപ്പെടുത്തി. മറ്റൊരാളുടെ ഭാര്യയാണെന്നറിയാതെ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി. ഇവളോടൊത്തൊരു ജീവിതം മോഹിച്ചു. അതെല്ലാം തെറ്റായിരുന്നുവെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. ഇവൾ മനുവിനെയാണ് സ്നേഹിക്കുന്നത്. എങ്കിലും ഇവിടെ വന്ന് മനുവുമായി സംസാരിക്കുന്നത് വരെ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, മനുവിനെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുമെന്ന്. പക്ഷേ അയാളുടെ ഭാര്യയാണ് ഞാൻ ആവശ്യപ്പെടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. കാവിലെ വിളക്ക് വയ്ക്കലും പൂജയുമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. മച്ചിനുള്ളിലെ പൂജയും കലശവും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അടുക്കളയിലെ ജോലികളും തീർത്ത് ഗൗരി റൂമിലെത്തുമ്പോൾ ദേവൻ ബെഡിൽ കിടക്കുകയായിരുന്നു. ഉറങ്ങിയില്ലേ? സമയം ഒരുപാടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദേവേട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന്. അവൾ റൂമിൽ കയറി വാതിലടച്ചപ്പോൾ അവൻ വേഗം എഴുന്നേറ്റിരുന്നു. അവൻ എന്തോ ഒരു വല്ലായ്മ തോന്നി. അതുവരെ സ്വന്തമെന്ന് കരുതിയിരുന്ന അവൾ പെട്ടെന്ന് അന്യയായതുപോലെ. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ മാറ്റി നിർത്തിയാലും ഈ പൂജയിൽ മാത്രം എനിക്ക് സ്ഥാനമുണ്ട്. തറവാട്ടിലെ പാരമ്പര്യം അനുസരിച്ച് പെൺമക്കളുടെ മക്കൾക്ക് അവകാശം. ഈ പൂജയിൽ കുടുംബക്കാരെല്ലാം ഒത്തുകൂടുന്നതുകൊണ്ട് അമ്മാവൻ അതിൽ നിന്ന് മാത്രം എന്നെ മാറ്റി നിർത്താൻ കഴിയില്ല. ഗൗരി പറഞ്ഞപ്പോൾ ദേവൻ അത് ശ്രദ്ധിക്കാതെ എന്ന പോലെ ചോദിച്ചു. മനു നിന്റെ ഭർത്താവാണോ? അവൾ ഞെട്ടലോടെ ദേവനെ നോക്കി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നോ?